നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ചരിത്ര വിജയമാണ് വിജയ് നേടിയത്. ജോസഫ് വിജയ് മുഖ്യമന്ത്രി, തമിഴ് മക്കളുടെ മുതൽവർ, സിനിമാറ്റിക് രാഷ്ട്രീയ പ്രവേശനമാണ് വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ ഇതോടുകൂടെ വലിയ രീതിയിലുള്ള മറ്റ് പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഒരു ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറുന്ന ഒരു മനുഷ്യൻ, ഒരു നാടിൻ്റെ ഒന്നടങ്കം വലിയ പ്രതീക്ഷയായി മാറുന്നൊരു മനുഷ്യൻ, അയാളെ ഇത്രമാത്രം കണ്ട് വിശ്വസിക്കുന്ന കോടാനുകോടി ജനങ്ങൾ, അത്രയും ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ സാധിച്ച ഒരാൾക്ക് എന്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ആ മികവ് പുലർത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം. വിജയ് തൃഷ ആരോപണങ്ങൾ, സംശയങ്ങൾ അത് ഇപ്പോഴും നിലനിൽക്കുമ്പോഴും അതിനൊരു വ്യക്തത നൽകാൻ ഇതുവരെ വിജയ് തയ്യാറായിട്ടില്ല. അത് പറയുന്നത് ഈ രാഷ്ട്രീയത്തിലെ വിജയം ജീവിതത്തിലില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കാൻ വേണ്ടി വിജയ് എത്തുമ്പോൾ പോലും അവിടെ തൃഷയുണ്ടായിരുന്നു, തൃഷയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നത് ഈ പറയുന്ന ആരോപണങ്ങൾ ശക്തമാക്കാൻ ഒരു വഴിയൊരുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വിജയുടെ മക്കൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അത് കയ്യടി നേടുക തന്നെയാണ്. അതായത് ഈ ലോകത്ത് അമ്മയേക്കാൾ വലിയ പോരാളി മറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അമ്മയേക്കാൾ വലിയ ലോകം മറ്റൊന്നുമില്ല എന്ന് തെളിയിക്കുന്നതാണ് വിജയുടെയും സംഗീതയുടെയും മക്കൾ, പ്രത്യേകിച്ച് വിജയുടെ മകൻ. അതായത് വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഈ ലോകം അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം എത്രമാത്രം കണ്ട് വിശ്വസിക്കുകയും കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടു. 200 കോടിയിലധികം രൂപ ഒരു സിനിമയിൽ നിന്ന് മാത്രം കൈവശപ്പെടുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്ന് മാത്രം കൂലിയായി വാങ്ങാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ അതെല്ലാം വിട്ടെറിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം കൈവരിക്കുന്നു. ഇനി തമിഴ്നാട് വിജയുടെ കയ്യിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു മനുഷ്യൻ്റെ മകന് തീർച്ചയായിട്ടും അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തെ തന്നെ കീഴടക്കാനുള്ള ഒരു രീതി അയാൾ ഒരുക്കി നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പണവും പ്രതാപവും ഒന്നുമല്ല ഈ യഥാർത്ഥത്തിൽ വേണ്ടത്. അമ്മയെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുഖവും തനിക്ക് വേണ്ട എന്നുള്ള നിലപാട്, അതാണ് വിജയുടെ മകനെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹീറോ ആക്കുന്നത്. അച്ഛൻ ഹീറോ ആണെങ്കിൽ മകൻ മറ്റൊരു തരത്തിൽ ഹീറോ തന്നെയാണ്. അതായത് അച്ഛൻ ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ മകൻ അമ്മയെ ചേർത്ത് പിടിക്കുന്നു. വളരെയധികം ചർച്ചാ വിഷയമായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ വിജയുടെ മകന്റെ ഈ ഒരു തീരുമാനം. അച്ഛൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് പോലും അവിടേക്ക് എത്താൻ, അല്ലെങ്കിൽ അത് സാക്ഷ്യം വഹിക്കാൻ വിജയുടെ മകനും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് എത്രമാത്രം പിന്തുണയായിട്ട്, അമ്മയെ എത്രമാത്രം ആ മകൻ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് മാറുന്നുണ്ട്. അതേസമയത്ത് തമിഴ് സിനിമാ ലോകത്തെ അനിഷേധ്യനായിട്ടുള്ള ദളപതി എന്നുള്ള പേരിൽ നിന്ന് ഒരു നടൻ ഒരു മുഖ്യമന്ത്രിയായി മാറുന്ന ഒരു പ്രത്യേക നിമിഷമാണ് നമ്മളിപ്പോൾ മണിക്കൂറുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. സിനിമയിൽ നിന്ന് രാഷ്ട്രീയ നായകനിലേക്കുള്ള ഈ ചുവടുമാറ്റം അത് ഒരു ചരിത്ര സംഭവമായി തന്നെ കുറിക്കപ്പെടുന്നുമുണ്ട്. ഈ സമയത്ത് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങളുടെ ഇടയിൽ സാക്ഷിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പോലും, അദ്ദേഹം അധികാരമേൽക്കുന്ന സമയത്ത് പോലും മകൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് കയ്യടി നേടുകയാണ്. അതോടൊപ്പം ആഘോഷങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും ചർച്ചകൾക്ക് വഴിവെക്കുന്ന മറ്റൊരു സംഭവം കൂടെ ഇതേ വേദിയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ പറയുന്ന തൃഷയുടെ സാന്നിധ്യം തന്നെയാണ് ചർച്ചാ വിഷയം. തമിഴ് മക്കളുടെ മുതൽവർ എന്ന പദവിയിലേക്കുള്ള ഈ സിനിമാറ്റിക് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഓരോ നിമിഷവും ആരാധകർ ഹർഷാരവങ്ങളോടെ കയ്യടികളോടെ വരവേൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ തൃഷയുണ്ടായിരുന്നു. ആഘോഷവേളയിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി വിജയുടെ വ്യക്തി ജീവിതം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചാ വിഷയവും സിനിമാ മേഖലയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. തൃഷയുടെ സാന്നിധ്യം ഇത്തരത്തിൽ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നു സോഷ്യൽ മീഡിയ. തൻ്റെ അമ്മ
ഉമാകൃഷ്ണയ്ക്കൊപ്പമാണ് തൃഷ കഴിഞ്ഞ ദിവസം വേദിയിലെത്തിയത്. തൃഷയ്ക്കായിട്ട് പ്രത്യേകമായിട്ടൊരു ഇരിപ്പിടം അടക്കം അവിടെ ഒരുക്കിയിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖരനും കുടുംബങ്ങൾക്കും തൃഷയ്ക്കും ഒക്കെ പ്രത്യേകമായിട്ട് ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. തൃഷയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ, അതായത് വിജയുടെ ബന്ധുക്കൾ അമ്മയടക്കം തൃഷയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും കൂടെ പുറത്തു വന്നതോടുകൂടെ ഈ അഭ്യൂഹങ്ങൾ അത് ഏകദേശം യാഥാർത്ഥ്യമെന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൃഷയും വിജയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഇത് വീണ്ടും ചർച്ചയാകാനുള്ള സാഹചര്യവും ഒരുക്കിയിരിക്കുകയാണ്. വിജയുടെ അമ്മയുടെ സഹോദരപുത്രന്മാരും തൃഷയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. തൃഷയെ വിജയ് ആരാധകർ ആവേശത്തോടെ വരവേറ്റുവെങ്കിലും ഈ സാന്നിധ്യം നിരവധി പേരെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ വിജയിയെ ലക്ഷ്യം വെച്ചുള്ള വിമർശന പോസ്റ്റുകളിലും കമന്റുകളും ഇതോടുകൂടെ വലിയ രീതിയിൽ വരുന്നുണ്ട്. ഒരു പ്രളയം എന്ന തരത്തിലൊക്കെയാണ് അത്തരം കമന്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നത്. വിജയുടെ രാഷ്ട്രീയ വിജയത്തെ അംഗീകരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിലെ വിള്ളലുകളെ ഒരു അച്ഛൻ എന്ന നിലയിൽ പരാജയപ്പെട്ട രീതിയിലെ കാണാൻ സാധിക്കൂ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിജയുടെ മക്കൾ വിട്ടുനിന്നത് ആരാധകരെയും പൊതുജനങ്ങളെയും വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തന്റെ മക്കൾ എവിടെയെന്നാണ് പലരുടെയും ചോദ്യം. അത് ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ, ആശങ്കയുടെ ഭാഷയിലൊക്കെ തന്നെയാണ്. ഭാര്യ സംഗീതയുമായിട്ട് എന്താ പ്രശ്നം, എന്തിനാണ് സംഗീതയെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. മക്കൾ പോലും പങ്കെടുക്കാത്ത ചടങ്ങിലേക്ക് തൃഷയെ പ്രത്യേകമായി ക്ഷണിച്ചത് അങ്ങേയറ്റം മോശമായി പോയെന്നാണ് ഒരു വലിയ വിഭാഗം ആളുകൾ പറയുന്നത്. കുടുംബത്തെ മറന്നുള്ള ഈ രാഷ്ട്രീയ ആഘോഷം ന്യായീകരിക്കാനാകില്ല എന്ന് മറ്റു ചിലർ. വിജയിയുടെ വളർച്ചയിൽ താങ്ങും തണലുമായി നിന്ന ഭാര്യ സംഗീതയെ അവഗണിച്ചതിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ വേറെയുമുണ്ട്. കഷ്ടപ്പാടിന്റെയും അപമാനങ്ങളുടെയും കാലത്ത് കൂടെ നിന്ന ഭാര്യയെയും മക്കളെയും വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയപ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞല്ലോ എന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത്. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ തമിഴ്നാടിനെ രക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ മക്കളെ വളർത്താനും വീട് നോക്കാനും ജീവിതം ഒഴിഞ്ഞുവെച്ച ഭാര്യയ്ക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകാനും അയാൾക്ക് സാധിച്ചില്ലെന്നും അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റായിട്ടാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഓരോരുത്തരും വിമർശനമായിട്ട് പറയുന്നത്. ഇത്തരം ചടങ്ങുകളിൽ നിന്ന് തൃഷയ്ക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് മാറി നിൽക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ എന്നും മറ്റു ചിലർ ചോദിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ തൃഷയുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം മറുവശത്ത് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ചടങ്ങിനെത്താത്തതിന്റെ ഭാഗമായിട്ട് ആ കുട്ടി തൻ്റെ അമ്മയ്ക്കൊപ്പമാണ് എന്നുള്ളതിൽ വലിയ രീതിയിൽ പ്രശംസയും വരുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അമ്മയുടെ പക്ഷത്താണ് നീതി എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് കരുത്തു നൽകുന്ന മകന്റെ നിലപാട് സുരക്ഷിതവും സത്യസന്ധവുമാണെന്നാണ് പലരും കുറിക്കുന്നത്. എന്നാൽ മറ്റൊരാളുടെ വ്യക്തിപരമായ ജീവിതത്തെയും പ്രശ്നങ്ങളെയും കുറിച്ച് അറിയാതെ അതിൽ തലയിടുന്നത് ശരിയല്ല എന്ന വിജയെ പിന്തുണയ്ക്കുന്നവർ പ്രതികരിക്കുന്നു. എങ്കിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന മാതൃകാ കുടുംബ ബന്ധങ്ങളിലെ ഈ അസ്ഥിരത കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോഴും തന്റെ സ്വകാര്യ ജീവിതത്തിലെ ഈ വിവാദങ്ങൾ വിജയത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ വിജയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. വിജയുടെ കുടുംബാംഗങ്ങളുമായി തൃഷ പുലർത്തുന്ന അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുള്ളത്. സദസ്സിലിരുന്ന വിജയുടെ മാതാപിതാക്കളായ SA ചന്ദ്രശേഖരനെയും ശോഭയെയും കണ്ട താരം ശോഭയെ ആലിംഗനം ചെയ്തുകൊണ്ട് അതിനുശേഷം തന്റെ സീറ്റിലേക്ക് ഇരിക്കുന്നതാണ് കണ്ടത്. ഇളം നീല നിറത്തിലുള്ള പട്ടുസാരിയും തിളങ്ങുന്ന എംബ്രോയിഡറി ബ്ലൗസുമൊക്കെ ധരിച്ച് മുല്ലപ്പൂ ചൂടിക്കൊണ്ടായിരുന്നു തൃഷയുടെ വരവ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡയമണ്ട് റൂബി ചോക്കറും കമ്മലും താരത്തിന്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു. TVKയുടെ വിജയത്തിന് പിന്നാലെ തിരുപ്പതിയിൽ ദർശനം നടത്തിയ തൃഷ അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പാർട്ടി പതാകയുടെ നിറമുള്ള ഷോൾ ധരിച്ചായിരുന്നു അന്ന് എത്തിയിരുന്നത്. അന്നും വലിയ രീതിയിൽ വൈറലായിട്ടുള്ള വിഷയമായിട്ട് ഇത് മാറി. തിരഞ്ഞെടുപ്പ് കാലത്ത് വിജയ് തൃഷ സൗഹൃദം പലതരത്തിലും രാഷ്ട്രീയ വ്യക്തിഗത വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നുവെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തൃഷ ചടങ്ങിനെത്തിയിരിക്കുന്നത്. വിജയ് മത്സരിച്ച് വിജയിച്ച തൃച്ചി ഈസ്റ്റ് പേരാമ്പൂർ മണ്ഡലങ്ങളിൽ ഒരെണ്ണം രാജിവെക്കേണ്ടി വരുമ്പോൾ അവിടെ തൃച്ചി ഈസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പിൽ തൃഷ ജനവിധി തേടുമെന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ശക്തമാണ്.
തൃശയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ തമിഴ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും TVK നേതൃത്വം ഇതിനോട് ഔദ്യോഗികമായിട്ടൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. സിനിമയിൽ വിജയുടെ ഭാഗ്യ നായികയായിരുന്ന തൃഷ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ വലം കൈയായി മാറുമോ എന്നാണ് ഇനി തമിഴകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് ഇടയിൽ ആ മകൻ എടുത്ത തീരുമാനം അത് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് വിജയും തൃഷയും തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ആ മകന്റെ നിലപാട് അതാണ് ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്.